ആലപ്പുഴ ജില്ലയിലെ CPM MLA യു പ്രതിഭയെ BJPയിലേക്ക് ക്ഷണിച്ച അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു. അടുത്ത കാലത്ത് CPMൽ നിന്നും BJPയിലെത്തിയ നേതാവാണ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു. മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭ MLA പിന്തുണച്ച് ആണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുള്ളത്. വിശ്വസിക്കുന്ന പ്രസ്ഥാനം MLAക്ക് പിന്തുണ നൽകിയിട്ടില്ല എന്ന് ഫേസ്ബുക്കിലുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ബിബിൻ സി ബാബു അദ്ദേഹം CPMലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, വിവിധ പദവികൾ വഹിച്ച ആളാണ്. അദ്ദേഹമാണ് അടുത്ത കാലത്ത് BJPയിലേക്ക് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ യു പ്രതിഭ MLA BJPയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ചും കഞ്ചാവ് കേസിൽ മകൻ പിടിക്കപ്പെട്ട സംഭവത്തിൽ പാർട്ടി വേണ്ട വിധം MLA സഹായിച്ചില്ല എന്നുള്ള തരത്തിലാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്? നിഷ. വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് MLA വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പിന്തുണ നൽകാത്ത സാഹചര്യത്തിൽ MLAയെ BJPയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അടുത്തിടെ BJPയിലേക്ക് വന്ന ബിബിൻ സി ബാബു ഫേസ്ബുക്കിൽ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. അമ്മ എന്ന നിലയിലും ഒരു വളർന്നു വരുന്ന ഒരു മകനെ കുറിച്ചുള്ള ആശങ്കകളുള്ള ഒരു അമ്മ എന്ന നിലയിൽ യു പ്രതിഭയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിബിൻ സി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഒപ്പം തന്നെ MLA വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി MLAക്കൊപ്പം നിൽക്കുന്നില്ല. പല കാര്യങ്ങളും, അതായത് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ MLAക്ക് പിന്തുണ നൽകേണ്ട ആരും തന്നെ പിന്തുണ നൽകിയിട്ടില്ല. അതുകൊണ്ട് MLA വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അങ്ങനെ ഒരു പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ BJPയിലേക്ക് വരാൻ ക്ഷണിച്ചുകൊണ്ടാണ് ബിബിൻ സി ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പുള്ളത്. വിശ്വസിക്കുന്ന പ്രസ്ഥാനം പിന്തുണ നൽകുന്നില്ല, കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നില്ല, അമ്മ എന്ന നിലയിൽ അവരുടെ വികാരത്തെ മാനിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആരും തന്നെ MLA ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന പാർട്ടി കൂടെ നിൽക്കാത്ത സാഹചര്യത്തിൽ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ബിബിൻ സി ബാബു പങ്കുവച്ചിരിക്കുന്നത്. വിനോദ്. നിഷ, അതേപോലെ തന്നെ ഈ പാർട്ടി പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം എക്സൈസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റിയ വാർത്ത കൂടി നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ MLAയുടെ സ്വാധീനം മൂലം ആണ് അത്തരം സ്ഥലം മാറ്റം നടന്നത് എന്നുള്ള ആക്ഷേപവും നിലവിലുണ്ടല്ലോ നിഷ. വിനോദ്, അത്തരത്തിലുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ആ ആക്ഷേപം വരാൻ തന്നെ കാരണം, അതായത് ജനറൽ ട്രാൻസ്ഫർ ആണ് എന്ന സർക്കാർ വിശദീകരിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം വരാൻ കാരണം സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥൻ 5 മാസം മാത്രം സർവീസ് ബാക്കിയുള്ള ആളാണ്. 5 മാസം മാത്രം ബാക്കി സർവീസ് ഉള്ളപ്പോൾ അത്തരത്തിലൊരു ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലേക്ക് ആയിരിക്കണം എന്ന ഉണ്ട്. പക്ഷെ അതുപോലും പാലിക്കാതെ കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ ആലപ്പുഴയിൽ നിന്നും നേരെ മലപ്പുറത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിലും MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത്. എന്തായാലും അതിന് രാഷ്ട്രീയപരമായ പകപോക്കലുണ്ട് എന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും MLA ഇതിന്റെ ഒപ്പം തന്നെ പറയാവുന്ന മറ്റൊരു കാര്യം, BJP നേതാവ് അഡ്വക്കേറ്റ് D ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇതിനു മുമ്പ് CPM യു പ്രതിഭയെ സംരക്ഷിക്കുന്നില്ല, ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനം അവരെ സംരക്ഷിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ബിബിൻ സി ബാബു അടുത്തിടെ CPM വിട്ട് BJPയിലെത്തിയ ബിബിൻ സി ബാബുവും യു പ്രതിഭയെ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിൽ BJPയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ളത്. വിനോദ്. തീർച്ചയായും യു പ്രതിഭ MLA BJPയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത കാലത്ത് പാർട്ടി വിട്ട് BJPയിലെത്തിയ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു അദ്ദേഹം അക്കാര്യം സൂചിപ്പിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പ് ഇടുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ്.